പാർലമെൻ്ററി പാർട്ടി യോഗം ഉണ്ടെന്ന് KPC പ്രസിഡന്റ് വിളിച്ച് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റിയതായിട്ട് ചാനലിൽ കാണുന്നുണ്ട്. പുതിയ സമയമൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഏതായാലും 7:15 വണ്ടി ചെയ്യാൻ തൃശ്ശൂർ പോയി. നാളെ മലയാള മാസം 1-ാം തീയതിയാണ് ഗുരു. അത് ഒരു മാറ്റവും ഇല്ല. 7:15 വരെ ഞാൻ തിരുവനന്തപുരത്തുണ്ടാവും. ഏതാ എന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഗുരുവായൂരപ്പനോട് എപ്പോഴും മനസമാധാനത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനെ പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാതെ MLA ആവണമെന്ന് MP ആക്കണമെന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാറില്ല. എങ്ങനെ? എന്തായാലും ഇന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു ജനാധിപത്യ പ്രോസസ്സാണല്ലോ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. അപ്പോൾ എല്ലാ തലത്തിലും ചർച്ച നടക്കും. ഏതായാലും ഇന്നൊരു പ്രഖ്യാപനം എന്തായാലും ഉണ്ടാവും. 1 മണിയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മാറ്റിയവരെ അറിയിച്ചിട്ടില്ല. അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഞാൻ പറയാം, ഇത് ഇത്ര വലിയ അത്ഭുതമൊന്നുമല്ല. ഇപ്പോൾ 1977 അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിയായിട്ട് CH മാത്രം സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആ ക്യാബിനറ്റാണ് നിയമസഭ നടത്തിയത്. 18 ദിവസം കഴിഞ്ഞിട്ടാണ് മറ്റു മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. അന്ന് ഭരണ തുടർച്ചയായിരുന്നല്ലോ. അന്നത്തെ മന്ത്രിമാരായി വരുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ബേബി ജോൺ ഉൾപ്പെടെ KM മാണിയൊക്കെ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് വീടൊഴിയേണ്ടി വന്നു. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും മന്ത്രിമാരായത്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ 77 നിങ്ങൾ ചാനലുകാരുടെ ബഹളമില്ലാത്തതുകൊണ്ട് അതൊന്നും അത്ര ചർച്ചയായില്ല. അന്ന് പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ. പ്രിൻ്റ് മീഡിയയിൽ ദേശാഭിമാനി ഒഴികെ എല്ലാവരും അന്നത്തെ മുന്നണിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് അന്ന് ഇതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ടാവും. ഇതൊന്നും അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. എന്നാൽ ഇന്നത്തെ തീരുമാനം വന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാർട്ടി നേതാവും KPC പ്രസിഡന്റും മുന്നണി കൺവീനറുമായി ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കും. അല്ല, ഇങ്ങനെ നീണ്ടുപോയൊരു അസ്വസ്ഥതയുണ്ട്. ഇല്ല എന്നും പറയണ്ട. അല്ല, മൊത്തത്തിൽ അസ്വസ്ഥതയുണ്ട്. അതിന്ന് പക്ഷേ ഒരു ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അത് പറയാൻ ഞാൻ ആളല്ല. കാരണം ജ്യോത്സ്യന്മാർക്ക് വരെ ഇപ്പം നല്ല കാലമല്ല. അതുകൊണ്ട് ബാക്കി നോക്കാം നമുക്ക്. കെ മുരളീധരൻ വളരെ ചിരിച്ച് കൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം മുൻകാലങ്ങളിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അക്കാലങ്ങളിൽ ചാനലുകളില്ലാത്തതുകൊണ്ടാണ് നിങ്ങളറിയാതെ പോയത്. പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലം. അതുകൊണ്ട് ഇതൊക്കെ ജനാധിപത്യ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനും UDF-ലും സ്വാഭാവികമാണ് എന്ന് പറയുമ്പോഴും വലിയ തോതിൽ അസ്വസ്ഥതയുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നല്ലാതെ ഇന്ന് ഉറപ്പായിട്ടും മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്ന വാക്കും അദ്ദേഹം പറയുന്നില്ല. കെ മുരളീധരൻ്റെ വാക്കുകൾക്കാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കുറെ കൂടെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. കാരണം അദ്ദേഹം അങ്ങനെ വിട്ട് ഉറപ്പായിട്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടന്നുകൊള്ളൂ എന്നൊന്നും പറയില്ല. ജനാധിപത്യപരമായിട്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് ഓർമ്മിക്കുമ്പോൾ തന്നെ നല്ല അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് പൊതുവിൽ ഘടകകക്ഷികൾക്കടക്കം എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നു. എന്തായാലും സമീപകാലത്തൊന്നും രാഷ്ട്രീയ കേരളം കണ്ടിട്ടില്ലാത്ത അങ്ങേയറ്റം വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.